വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു. ഭഗവാൻ വിഷ്ണുവിന്റെ ദാസരായ സംഗീത വിദ്വാൻമാർ കൂട്ടമായി അധിവസിച്ചിരുന്ന ഗ്രാമം, ദാസരരുടെ ഗ്രാമം ദാസരഹള്ളി. ബംഗളൂർ നഗരത്തിന്റെ വടക്കു പടിഞ്ഞാറേ ഭാഗമായ പീനിയ ഇൻഡസ്ട്രിയോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രദേശം. 2001 100 നായർ കുടുംബങ്ങളെ ചേർത്തുകൊണ്ട് മത്തിക്കര കരയോഗത്തിന്റെ നേതൃത്വത്തിൽ KNSSന്റെ 17ാമത് കരയോഗം ദാസർഹള്ളി കരയോഗം രൂപീകരിച്ചു. പ്രവർത്തനം തുടങ്ങി 4 വർഷത്തിനുള്ളിൽ തന്നെ കരയോഗം ഓഫീസിനായി സ്ഥലം വാങ്ങി 2006 ഇരുനില കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് കരയോഗം ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. അംഗങ്ങളുടെ ബാഹുല്യവും യുവജനങ്ങളുടെ കരയോഗ പ്രവർത്തനങ്ങളിലെ സാന്നിധ്യവും മൂലം 2006 തന്നെ യുവജന വിഭാഗം രൂപീകരിക്കാനും സാധിച്ചു. തൊട്ടടുത്ത വർഷം 2007 മഹിളാ വിഭാഗം ചൈതന്യയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മഹിളാ വിഭാഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അന്നത്തെ NSS ജനറൽ സെക്രട്ടറി ശ്രീ PK നാരായണ പണിക്കർ സാറും സിനിമാ താരം ശ്രീദേവി ഉണ്ണിയും ചേർന്നായിരുന്നു. ശ്രീ PK നാരായണ പണിക്കർ സാറിനെ ആദ്യമായി KNSSന്റെ പരിപാടിയിൽ എത്തിക്കുവാൻ സാധിച്ചത് ദാസർഹള്ളി കരയോഗത്തിന് എന്നും അഭിമാനം നൽകുന്ന ഒന്നാണ്. സഹായം ആവശ്യം വേണ്ടിവരുന്ന അംഗങ്ങൾക്ക് കരയോഗത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് സഹായിക്കുന്നതിനായി നമ്മൾ 2010 ആരംഭിച്ച പദ്ധതിയായിരുന്നു പ്രസിഡന്റ് റിലീഫ് ഫണ്ട്. നാളിതുവരെ അംഗങ്ങൾക്ക് പുറമെ സമൂഹത്തിലെ അവശത അനുഭവിക്കുന്നവരെയും സഹായിക്കുവാനും ഈ ഫണ്ട് മൂലം സാധിച്ചു. 2006 യുവജന വിഭാഗം പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ദൃശ്യമെന്ന പേർ നൽകിയത് 2014 ബാലജന സംഘം ആയ കുട്ടിപ്പട്ടാളം രൂപീകരിച്ചതും 2014 തന്നെ. KNSS സംഘടിപ്പിക്കുന്ന ഇന്റർ കരയോഗം മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന നമ്മുടെ യുവജനങ്ങൾ 2014 ഇന്റർ കരയോഗം ക്രിക്കറ്റിൽ ചാമ്പ്യന്മാരായി. 2014 തന്നെ നടന്ന KNSS ടാലന്റ് സെർച്ച് എന്ന കലാമത്സരത്തിൽ 73 പോയിന്റും കലാതിലകവും കലാപ്രതിഭാ പട്ടവും നേടി ദാസർഹള്ളി കരയോഗം ഒന്നാമതായി. കോവിഡ് മഹാമാരിയുടെ തുടക്കത്തിൽ തന്നെ മാസ്കുകൾ നിർമ്മിച്ച് സൗജന്യമായി ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നൽകിയതും ബുദ്ധിമുട്ടനുഭവിക്കുന്ന അംഗങ്ങളെ കണ്ടെത്തി അവർക്ക് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തതും സേവന സജ്ജരായ ട്രാഫിക് പോലീസ് സേനയ്ക്ക് ഭക്ഷണം നൽകിയതും ഈ കരയോഗത്തിന്റെ വേറിട്ട പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. ആണ്ടുതോറും ഭക്ത്യാദരപൂർവം ബാലികാ ബാലന്മാരെ രാധാകൃഷ്ണ വേഷം അണിയിച്ച് ജന്മാഷ്ടമി ദിവസം ദാസർഹള്ളിയിലെ ഇതര സംഘടനകളുടെയും അയ്യപ്പ ക്ഷേത്രത്തിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ശോഭായാത്രകൾ കരയോഗത്തിന്റെ ഖ്യാതി അതിരുകൾക്കുമപ്പുറം എത്തിക്കുന്നു. ഭക്തിയും സേവനവും ഒരുപോലെ പ്രാവർത്തികമാക്കുന്ന മാധവാര ചക്കുളത്തമ്മയുടെ പൊങ്കാല ദിവസം ഈ കരയോഗം നൽകി വരുന്ന സൗജന്യ വൈദ്യസഹായ ക്യാമ്പുകൾ സാമൂഹിക സേവന മേഖലകളിലും നമ്മുടെ പങ്ക് തെളിയിക്കുകയാണ്. ശിവരാത്രി, തിരുവാതിര, സർവൈശ്വര്യ പൂജ, കർക്കടക മാസത്തിൽ നടത്തുന്ന രാമായണ പാരായണ മാസാചരണം തുടങ്ങി മന്നം ജയന്തി, ചട്ടമ്പിസ്വാമി ജയന്തി എന്നിവയും കരയോഗത്തിൽ ആചരിക്കുന്നു. ഓരോ ലോക വനിതാ ദിനത്തിലും ചൈതന്യയുടെ പ്രവർത്തകർ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതകളെ ആദരിക്കുകയും ചെയ്യാറുണ്ട്. ദാസർഹള്ളി കരയോഗത്തിന്റെ വാർഷിക കുടുംബ സംഗമങ്ങളിൽ ഒട്ടേറെ രാഷ്ട്രീയ സാംസ്കാരിക കലാപ്രമുഖരെയും പങ്കെടുപ്പിച്ചിട്ടുണ്ട്. ശ്രീ R ബാലകൃഷ്ണപിള്ള, ശ്രീ വിഷ്ണുനാഥ്, സിനിമാ നിർമ്മാതാവായ ഗംഗാധരൻ, സിനിമാ താരങ്ങളായ സീമ, രമേശ് പിഷാരടി, നൈല ഉഷ, സംഗീത പ്രതിഭകളായ വിധു പ്രതാപ്, റിമി ടോമി, നജീം അർഷാദ്, തുഷാർ, വിവേകാനന്ദൻ, സന്നിധാനന്ദൻ, നയന നായർ, പ്രസീത ചാലക്കുടി എന്നിവർ അവരിൽ ചിലർ മാത്രമാണ്. 100 കുടുംബങ്ങളിൽ തുടങ്ങിയ സേവനയാത്ര ഇന്ന് ഈ 25ാം വർഷത്തിൽ 830 കുടുംബങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ദാസർഹള്ളിക്ക് വടക്കു ഭാഗത്തുള്ള നായർ കുടുംബങ്ങളെ നെലമംഗലയിൽ ഒരു കരയോഗം രൂപീകരിച്ച്
ആ കരയോഗത്തിന്റെ സേവന പരിധിയിൽ എത്തിച്ചതും ദാസർഹള്ളി കരയോഗത്തിന് അഭിമാനം നൽകുന്നു. ഓരോ കുടുംബ സംഗമങ്ങൾ ആഘോഷിക്കുമ്പോഴും കലാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോഴും സമുദായ സേവനത്തിന് വേണ്ടി സമയം കണ്ടെത്താൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. രജത ജൂബിലിയുടെ ആഘോഷ നിറവിലും ഇനിയുമേറെ ചെയ്യുവാനുണ്ടെന്ന ഉത്തമ ബോധ്യം ഞങ്ങളെ സേവന കർമ്മ പഥങ്ങളിൽ കൂടുതൽ ആവേശഭരിതരാക്കുകയാണ്. എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണെന്ന് ഉദ്ഘോഷിച്ച സമുദായ ആചാര്യൻ ഭാരതകേസരി മന്നത്ത് പത്മനാഭനെ മനസാ സ്മരിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് മുന്നേറാം വിജയപ്രതീക്ഷയുടെ സുവർണ ജൂബിലിയിലേക്ക്. ജയ് KNSS, ജയ് കർണാടക.